ഐഷി ഘോഷ് എന്ന പെൺകുട്ടി അത് SFI പ്രസ്ഥാനത്തിൻ്റെ ദേശീയ വൈസ് പ്രസിഡൻ്റാണ്. 2021 കാലത്ത് ഈ പെൺകുട്ടി JNUവിൽ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ JNUവിലെ അവിടുത്തെ യൂണിയൻ ആയിരുന്നു, വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ്. അപ്പം അന്ന് ബംഗ്ലാ ഭവനിലേക്ക് ഒരു മാർച്ച് നടത്തി, വിദ്യാർത്ഥികളെല്ലാം ചേർന്നുണ്ട്. അപ്പോൾ അത് ഈ പെൺകുട്ടിയുടെ നേതൃത്വത്തിലാണ് ആ മാർച്ച് നടന്നത്. അങ്ങനെ ആ മാർച്ച് നടന്നതിന് ഒരു കേസ് 2021 എടുത്തു. മൈനർ ഒഫൻസുകളൊക്കെ തന്നെയാണ് ഉള്ളത്. ആ FIR ഉള്ളത് പാട്യാല ഹൗസ് കോടതിയിലാണ്. അത് കോടതിയിലും കണ്ട് ഹാജരായില്ല എന്ന് പറഞ്ഞ് ഇത് SFI പ്രവർത്തകരൊക്കെ ആവുമ്പോൾ, ഇതേപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തൊക്കെ നിൽക്കുമ്പോൾ, ഇതുപോലെ സമരങ്ങൾ നയിക്കുമ്പോൾ ഒരുപാട് കേസുകളിൽ ഇവരിപ്പെടും. അത് കുറ്റമല്ല. അങ്ങനെ ഇതിന് കോടതി ആരാവാൻ പറ്റാതെ ഇതിൻ്റെ പേരിൽ വാറണ്ട് കിടന്നു. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടല്ലോ CJPയുടെ സമരം. അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ഒരു നേതാവാണ് ഈ പെൺകുട്ടി. നന്നായിട്ട് പ്രസംഗിക്കും, ആവേശം കൊള്ളിക്കുന്ന വിധത്തിൽ പ്രസംഗിക്കും. അത് വെറുതെ രാഷ്ട്രീയ പ്രസംഗം പോലെ നമ്മളെ ഓരോരുത്തർ നടത്തുന്ന പോലെ രാഷ്ട്രീയ പ്രസംഗമൊന്നുമല്ല. കാര്യകാരണ സഹിതം കാര്യങ്ങൾ വിളിച്ചു പറയും. ഇപ്പോൾ ഈ സമരം ഒത്തുതീർപ്പ് ഉണ്ടായി സർക്കാരുമായിട്ട്. ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതിനകത്ത് 3 വ്യവസ്ഥകളാണ് ഉണ്ടായിരുന്ന അവസാനം. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രണ്ടാമത്, ഈ വിദ്യാർത്ഥികളുടെ പേരിൽ എടുത്തേക്കുന്ന കേസുകളെല്ലാം ഒഴിവാക്കണം. വിദ്യാർത്ഥികളെ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വിടണം. വിദ്യാർത്ഥി എന്നല്ല, അതിലുള്ള യുവജനങ്ങളെ എന്നുള്ളതാണ്. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകളെ, യുവജനങ്ങളൊന്നുമില്ല അതിനകത്ത്, അവരുടെ പേരുള്ള കേസുകൾ പിൻവലിക്കണം. അതേപോലെ തന്നെ അവർ ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടെങ്കിൽ അവരെ വിടണം. പിന്നെ അത് ഏറ്റവും മെയിനായിട്ടുള്ള വ്യവസ്ഥകൾ ഇതാണ്. അപ്പോൾ ഈ വ്യവസ്ഥകളുമായിട്ട് ഇതെല്ലാം സമ്മതിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഈ സമരം ഒഴിവാക്കിയെടുത്തത്, രക്ഷപ്പെട്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതായിട്ട് വന്നു, രാജിവെച്ചു. പക്ഷേ പല സംസ്ഥാനങ്ങളിലും, അതായത് ബീഹാറിൽ, ബംഗാളിൽ, അസമിൽ ഒക്കെ ഡൽഹിയിലും ഈ വിദ്യാർത്ഥിനികളെയും അതുപോലെ തന്നെ യുവാക്കളെയൊക്കെ ഈ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ള കാരണത്താൽ അങ്ങ് പിടിച്ചകത്തിട്ടേക്കുക. ഒരുപാട് പേരുടെ പേര് കേസിൻ്റെ രജിസ്റ്റർ ചെയ്തു. അതിനിടയിൽ ഇവർ CJPയുടെ ഈ നേതാക്കളൊക്കെ കൂടെ ഒരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സുപ്രീം കോടതിയെ സമീപിച്ചു കേട്ടോ. ഇതുപോലുള്ള ഇതുപോലെ പ്രസ്ഥാനത്തിനെയും അതുപോലെ തന്നെ ഈ യുവാക്കളുടെയൊക്കെ പേരിൽ ഇതുപോലെ കേസുകളെടുത്ത് പീഡിപ്പിക്കുന്നു, അതെല്ലാം നിർത്തിവെക്കണം എന്നുള്ള രീതിയിലാണ്. നമ്മുടെ സുപ്രീം കോടതിയല്ലേ ഏതായാലും ഒരു ഉത്തരവ് കൊടുത്തു. എന്താണെന്നറിയോ? സംസ്ഥാനങ്ങൾക്ക് കേസുകൾ അതാത് സംസ്ഥാനങ്ങൾക്ക് അന്വേഷിക്കാമോ? കാര്യം തീർന്നല്ലോ അവിടെ. അതോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതൊരു മറയായി. കാരണം നിങ്ങളവിടെ കേസെടുത്തേക്കട്ടെ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അവിടെയൊക്കെ ഒരു കാര്യം ചെയ്യുക, അവിടെ എല്ലാം കേസെടുത്തൊക്കെ കേസങ്ങ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, യവന്മാരകത്ത് കിടക്കട്ടെ. ഇതാണ് ഇപ്പോൾ എടുത്തേക്കുന്ന ഒരു പരിപാടി. ഇതിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അവർക്കതൊരു ചവിട്ടുപടിയായി കിട്ടി, സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ്. ബാക്കി ആരെ അറസ്റ്റ് ചെയ്യരുതെന്ന, ബാക്കി കേസ് പുതുതായിട്ട് എടുക്കരുതെന്നും അതുപോലെ തന്നെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറരുതെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിന് ഒരു ചെറിയ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നു. അതായത് സമാധാനപരമായി പ്രക്ഷോഭം നടത്തിയ, പ്രതിഷേധ സമരം നടത്തിയ ആരെയും അറസ്റ്റ് ചെയ്യില്ല, ആരുടെയും പേര് കേസില്ല എന്ന് പറഞ്ഞാൽ ഈ സമാധാനപരം എന്താണെന്ന് അവർ തീരുമാനിക്കും. ഒരാളെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ അത് സമാധാനപരമല്ല. ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് എന്ന് പറഞ്ഞാൽ അതും സമാധാനപരമല്ല, രാജ്യദ്രോഹമാണ് എന്നൊക്കെ പറയും. തീർന്നല്ലോ കാര്യം. രാജ്യത്തെ ദ്രോഹിച്ചാലേ രാജ്യദ്രോഹം ആവുള്ളൂ. നമ്മുടെ ആൻറ്റി നാഷണൽ ആവണം. ആൻറ്റി ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ദേശദ്രോഹം അല്ല. അതുപോലും അറിയാൻ വയ്യാതെ ആ രീതിയിൽ ഇവരിരുന്ന് അങ്ങ് വിളിച്ചു പറയും, ഇന്നതാണ്, അതാണ്, ഇതാണ്, ദേശദ്രോഹം നടത്തി, രാജ്യദ്രോഹം നടത്തി എന്നുള്ള കുറ്റമൊക്കെ കൂടെ പറഞ്ഞുകൊണ്ട് ഓരോ FIR വിട്ട് പിടിച്ചകത്തിടും.
ഇതാണ് ഈ പരിപാടി. അപ്പോൾ ഐഷി ഘോഷിനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം. 2021 കേസല്ലേ, 5 വർഷമല്ലേ ആയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണ്ടേ? ഇപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി അറസ്റ്റ് ചെയ്യാൻ വന്ന എവിടെയെന്നറിയോ? ഈ പെൺകുട്ടി AKG ഭവനിൽ അവിടെ ഡൽഹിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവിടെ അറസ്റ്റ് ചെയ്യാൻ വന്നു. അവിടെ വന്നപ്പോൾ അവർ അവിടെ തടഞ്ഞു. അവിടെ കയറാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. മഫ്റ്റിയിലാണ് അവിടെ കയറാൻ വന്നത്. മഫ്റ്റിയിലേ അറസ്റ്റ് ചെയ്യാൻ വന്നത്. മഫ്റ്റിയിൽ ഒരുപാട് പണികൾ കാണിച്ചു. നെയിം പ്ലേറ്റ് പോലും ഇല്ലാതെ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു. അവരെ ഈ ലാത്തിയിൽ ആണി അടിച്ച് ലാത്തി കൊണ്ട് അടിച്ച് ഉപദ്രവിച്ചു. അവരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെച്ചു. ഇതൊക്കെ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ ചെറുത്തു. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ അറസ്റ്റിനെ തടഞ്ഞു. അത് ചെറുത്ത് പോലീസ് തിരികെ പോയി. പോലീസ് തിരികെ പോയെങ്കിലും ഈ AKG ഭവന് വലിയ സംരക്ഷണം കൊടുക്കണ്ടേ? അതുകൊണ്ട് വലിയ പോലീസ് വലയം ആണ് അതിൻ്റെ ചുറ്റും. കാരണം എന്താ? ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടോ എന്ന് അറിയാൻ, അല്ലാതെ വേറെ ഇവർക്ക് സംരക്ഷണം കൊടുക്കാനൊന്നും അല്ല. ഈ പരിപാടിയാണ് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറാനുള്ള ഇടപാടാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അമിത്ഷാ പോയി ഒളിച്ചിരിക്കും, നരേന്ദ്രമോദി ഒളിച്ചിരിക്കും. ഇവരാരും പാർലമെൻറ്റ് വരുത്തില്ല. ഏത് പ്രശ്നങ്ങൾ ഇങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ അവിടെ ചർച്ചയ്ക്ക് വരുത്തില്ല. അങ്ങനെ ചർച്ചയ്ക്ക് വരാതിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ പറഞ്ഞുകൂടാത്ത വാക്കുകൾ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇഡിയറ്റെന്നും ഒക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് പ്രസംഗിച്ചു അവിടെ. അപ്പോൾ അതൊക്കെ രേഖകളിൽ നിന്നൊക്കെ നീക്കം ചെയ്തു. അദ്ദേഹം വെളി വന്നിട്ട് ഇത് തന്നെ പറഞ്ഞു, ഇതേ കാര്യം തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കാൻ, യുവാക്കളെ തല്ലിച്ചതയ്ക്കാൻ ഓർഡർ കൊടുത്തത് വേറെ ആരുമല്ല, അതുപോലെ വെടിവെക്കാനും ഉത്തരവിട്ടത്, അതായത് പല കുട്ടികളുടെയും ദേഹത്ത്, പല യുവാക്കളുടെയും ദേഹത്ത് വളരെയധികം ഈ പരിക്കുകളുണ്ടായിട്ടുണ്ട്. പെല്ലറ്റ്സ് വന്ന് തറച്ചിട്ട് ഒരു പെല്ലറ്റ് ഗണ്ണിൽ നിന്ന് ഒരു വെടിവെക്കുമ്പോൾ ആ ഒരു കാട്രിഡ്ജ് അതിൽ നിന്ന് പോകുന്നത് എന്തെന്നറിയോ? എത്ര എണ്ണമെന്നറിയോ? ഏതാണ്ട് 100ഓളം പെല്ലറ്റുകളാണ് ഈ പറന്നങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇരുമ്പ് പെല്ലറ്റുകൾ ഉപയോഗിച്ചിട്ടില്ല അന്ന് പോലീസ്. പക്ഷേ ആശുപത്രി കിടക്കുന്ന ഈ മുറിവേറ്റ് കിടക്കുന്ന ആളിൻ്റെ ദേഹത്തുനിന്ന് ഇരുമ്പ് പെല്ലിൻ്റെ ലോഹഭാഗങ്ങളാണ് കണ്ടെടുത്തേക്കുന്നതൊക്കെ ഈ മുറികളിൽ നിന്ന്. അപ്പോൾ അത് ഇരുമ്പല്ല, അയാൾ തന്നെത്താൻ അടിച്ചുകൊണ്ട് വന്ന് ആശുപത്രിയിൽ ഇവരെ ആക്ഷേപിക്കാൻ വേണ്ടി വന്നതായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഏതായാലും മുഴുവൻ കള്ളത്തരവ് പറയുന്നത് മുഴുവൻ. എന്നിട്ട് മാത്രം ഈ കേസ് പോലീസുകാരുടെ പേരിൽ കേസെടുത്തല്ലോ, AK-47 ഉപയോഗിച്ചതിന് ഉൾപ്പെടെ എടുത്ത് അവർക്കൊന്നും ഇനി ഇങ്ങനെ കേസെടുത്താൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇത് തുടരാൻ ഒക്കത്തില്ല. കാരണം അതിന് സാങ്ഷൻ കൊടുക്കത്തില്ലെന്ന് DGP, അതായത് DG ഡയറക്ടർ ജനറൽ CRPF അങ്ങ് പ്രഖ്യാപിച്ചു. ഇയാൾ ആരാവുകയെ പ്രഖ്യാപിക്കാൻ ഇരുന്നുണ്ട്? ഇത് എവനെയൊന്നും സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളരുതാത്തവനാണ്. കാരണം കേസ് അന്വേഷിച്ചു, പോലീസ് എടുത്ത കേസാണ്. അത് അന്വേഷിച്ചു, ഡൽഹി പോലീസ് തന്നെ എടുത്ത കേസ്. അതിന് അന്വേഷണമൊക്കെ നടത്താം, പക്ഷേ അതിന് ബാക്കി തുടർ നടപടികൾക്ക് സാങ്ഷൻ കൊടുക്കത്തില്ലെന്ന് ഇയാൾ ആദ്യമേ അങ്ങ് പറഞ്ഞു. സാങ്ഷൻ കൊടുക്കത്തില്ലെന്ന്. യഥാർത്ഥത്തിൽ വളരെ വലിയ തെറ്റാണ് അയാൾ പറഞ്ഞേക്കുന്നത്. ഇയാളിത് കണ്ടിട്ടില്ല. ഇത് മുഴുവൻ, അതായത് പോലീസ് സേന ധൈര്യമായിട്ട് മുന്നേറാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അടിച്ചു വന്നേക്കാനാണ് ഓർഡർ കൊടുത്തേക്കുന്നത്. അപ്പോൾ പറഞ്ഞേക്കാണ് ഇത് കൊടുക്കത്തില്ലെന്ന്. ഇയാളുടെ മുമ്പിൽ ഇത് ചെല്ലണം, അതായത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി റിപ്പോർട്ട് അവിടെ വേണം. ആ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ കോടതിക്ക് കോഗ്നിസൻസ് എടുക്കാൻ ഒക്കുള്ളൂ. ആ റിപ്പോർട്ടിന് സാങ്ഷൻ വേണം നടപടിയെടുക്കാൻ ഗവൺമെൻറ് സർവൻ്റ് എന്നുള്ള നിലയ്ക്ക്. അത് കൊടുക്കത്തില്ലെന്ന് ഇയാൾ നേരത്തെ പറയാൻ ഇയാൾ ആര്? ഇതാരെങ്കിലും പറയുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് കണ്ട വളരെ ഗുരുതരമായ കാര്യമാണ് അയാൾ വിളിച്ചു പറഞ്ഞേക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് നട്ടലുണ്ടെങ്കിൽ ഇതുപോലുള്ളവന്മാരെ ഉണ്ടല്ലോ സർവീസ് വെച്ചുകൊണ്ടിരിക്കരുത്. ഇവനെ DG ആക്കരുത്, തന്നെ അവിടെ എടുത്ത് ദൂരെ കളയണം, ചവറ്റുകൊട്ടയിലോട്ട് എറിയണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ അതിന് അമിത്ഷാ ഒന്നും വരത്തില്ലല്ലോ. അങ്ങനെ വരാതിരുന്നപ്പോൾ അമിത്ഷാ ഓർഡർ ഇട്ടതാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാണ് വലിയ പ്രശ്നമായത്. അപ്പോൾ അതിൽ തെറ്റാണ് പറഞ്ഞത്, മാപ്പി ചോദിക്കണം. അയാൾ പറഞ്ഞു BJPയോടും ഈ ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും മാപ്പി ചോദിക്കാൻ ഞാനില്ല, എനിക്ക് സൗകര്യപ്പെടത്തില്ലെന്ന് പറഞ്ഞു. ഇതായുള്ള കാര്യം. പിന്നെ അടുത്ത ഇതിൻ്റെ കാര്യം അതിന് പറഞ്ഞെന്താ? അമിത്ഷാ അല്ലേ ഇത് ഓർഡർ കൊടുക്കണ്ടേ? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ് വെടിവെക്കാൻ ഓർഡർ ശരിയാണ്. ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ആരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ പോരെ ഈ പറയുന്നവന്മാർക്ക്. ഇത് ഇങ്ങനെ തിരിച്ചു ചോദിക്കാൻ ആരെങ്കിലും വേണ്ടേ? അതൊന്നും ആരും ഇല്ല എന്നുള്ളതാണ്.
ഇതിനകത്തൊക്കെ രാഷ്ട്രീയം കാണരുത്. എനിക്ക് CJP-യുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ യുവജനങ്ങൾ ഇതിലൊന്നും രാഷ്ട്രീയം കാണരുത്. ഈ ഐഷി ഘോഷിൻ്റെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അവർ മാർക്സിസ്റ്റുകാർ മാത്രമല്ല, അത് CPM അല്ല അതിന് ചെറുക്കേണ്ടത്, എല്ലാവരും ചെറുക്കണം. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നിച്ച് ചേർക്കണം. നിങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അങ്ങനെ ഭിന്നിച്ചു പോകരുത്. ഭിന്നിച്ചാൽ നിങ്ങളുടെ ശക്തി ഇല്ലാതാവും. CJP എന്ന് പറയുന്നത് ഇപ്പോൾ കേട്ട വിറയ്ക്കും. പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാനോ വന്നാലൊന്നും കാര്യമില്ല. ഇതിന് യഥാർത്ഥത്തിൽ ഇതിനെ ചെറുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒത്തൊരുമിപ്പ് വേണം. അത് നിങ്ങളുടെ വർഗീയതയോ ഇതൊന്നും നോക്കുക. ബീഹാറിലാണെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെയാണ് നോക്കി അറസ്റ്റ് ചെയ്യുന്നത് ഈ സമരത്തിൽ. അവിടെ കാണുന്നതും മതമാണ്. അതാണ് പ്രശ്നം. ഈ രീതിയിൽ ഈ വൃത്തികേട് കാണിക്കുന്നവന്മാരെടുത്ത് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് തെളിയിച്ചു. പക്ഷേ നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അതിനുള്ള പരിപാടിയായത്. ഏതായാലും ഐഷി ഘോഷിന് ഇന്നലെ തന്നെ കോടതി ഇടക്കാല ജാമ്യം, അതായത് അത് സ്റ്റേ ചെയ്തു, വാറണ്ട് സ്റ്റേ ചെയ്തു. ഇന്നിപ്പോൾ അതിൻ്റെ ഏതാണ്ട് 1000 രൂപയോ ഏതാണ്ട് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു, അടച്ച് ഹാജരാവാതിരുന്നതിന്. എന്നിട്ട് അതിന് ജാമ്യം കൊടുത്തു. ഒരു പ്രശ്നവുമില്ല. ഇനിയും മാന്തി എടുത്തുകൊണ്ട് വരുമാര് കേസുകൾ കേട്ടോ. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരുപാട് കേസുകൾ കാണും. അതൊക്കെ അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അല്ലാതെ അവർ പോയി ഒരു ക്രൈം കമ്മിറ്റി ഒന്നുമല്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ. ഇതിനുണ്ടല്ലോ യഥാർത്ഥത്തിൽ മല്ലികാർജുൻ ഖാർഗെ ഇത് ബ്രിട്ടാസ് ഉന്നയിച്ച രാജ്യസഭയിൽ ഉന്നയിച്ചതിനെ വളരെ പിന്താങ്ങി ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്തു. അത് വേണ്ടതാണ്. അതാണ് കാഴ്ചപ്പാട് വേണ്ടത്. ഇതിൽ രാഷ്ട്രീയമല്ല കാണേണ്ടത്. തിരിച്ചറിയണം.